കണ്ണൂർ പുഷ്പോത്സവത്തിന്റെ ഭാഗമായി കുട്ടികൾക്കായുള്ള ജില്ലാതല ചിത്രരചനാ മത്സരം നടന്നു. കണ്ണൂർ ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. യുടെ ആഭിമുഖ്യത്തിലാണ് കുട്ടികൾക്കായി ജില്ലാതല ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചത്. കണ്ണൂർ ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. പുഷ്പങ്ങൾ എത്രയേറെ ആവശ്യമാണ്, എത്രയേറെ സുഗന്ധവും സൗന്ദര്യം നൽകുന്നതാണ്. അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ നിഷ്കളങ്കരായ പ്രിയപ്പെട്ടവർക്ക്. ആൺകുട്ടികൾ പെൺകുട്ടികളല്ല, നിങ്ങളെ നിഷ്കളങ്കമായ ചിരിയും കളിയും ചിരിയും തമാശയും അതൊക്കെയാണ് ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർക്ക് ഇപ്പോഴും ഒരു വലിയ ആത്മധൈര്യവും സന്തോഷം നൽകുന്നു. അതുകൊണ്ട് ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട മക്കളോടും മക്കളുടെ രക്ഷാകർത്താക്കളോടും സംഘാടകരായി ജീവിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം തകർന്നുള്ളൂ. അവരുടെ ഇടം തന്നെ സംസാരിക്കുകയാണ്. പിന്നീട് രണ്ടുപേരും പാടുന്നത് പറഞ്ഞത് ആസ്വദിച്ചത് ഒരു അനുഭവപ്രവണതയാണ് കഴിഞ്ഞു. ഞാൻ പാട്ടുകാരനായ ഗായകർ. പിന്നെ ഇവിടെ കുട്ടികളുടെ ഒരുപാട് മനോഹരമായ ചിത്രം അതിനെല്ലാം കണ്ടുകൊണ്ടാന്നിരിക്കാൻ എൻ്റെ നഴ്സറി, LP, UP, ഹൈസ്കൂൾ വിഭാഗങ്ങൾക്കായുള്ള ചിത്രരചനാ മത്സരമാണ് ഒരുക്കിയത്. മത്സരത്തിൽ നഴ്സറി, LP വിഭാഗങ്ങൾക്ക് പ്രത്യേക വിഷയമില്ലാതെയും മറ്റ് വിഭാഗക്കാർക്കുള്ള വിഷയം തത്സമയം നൽകുകയുമാണ് ഉണ്ടായത്. പുഷ്പോത്സവത്തിന് മുന്നോടിയായി സ്കൂളുകൾക്കും സ്ഥാപനങ്ങൾക്കുമായി പച്ചക്കറി പൂന്തോട്ട മത്സരവും പൊതുജനങ്ങൾക്കായി പച്ചക്കറി പൂന്തോട്ടം, വാട്സപ്പ് സ്റ്റാറ്റസ്, കാർഷിക ഫോട്ടോഗ്രാഫി, സെൽഫി കോൺടെസ്റ്റ് മത്സരവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പോലീസ് മൈതാനിയിൽ 22 മുതൽ ആരംഭിക്കുന്ന പുഷ്പോത്സവം ഫെബ്രുവരി 3 സമാപിക്കുക. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.